നമസ്കാരം. സൈബർ ആക്രമണം ആർക്കെതിരെയായാലും അതൊരു തെറ്റായ കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ മലയാളികൾക്ക് പലപ്പോഴും ഇത് തിരിച്ചറിയാൻ കഴിയാറില്ല, അല്ലെങ്കിൽ ശ്രമിക്കാറില്ല എന്നത് തന്നെയാണ് വസ്തുത. നമുക്കെതിരായി നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ബാധിക്കില്ല എന്നുറപ്പുള്ള വ്യക്തികൾക്ക് നേരെയാവും ഇത്തരം ആളുകൾ പലപ്പോഴും സൈബർ ആക്രമണം നടത്തുക. പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്താണ് ഈ ഒരു പ്രവണത വളരെ കൂടുതലായിട്ട് വരുന്നത്. അതിന് പറയുന്ന ന്യായീകരണം തങ്ങളുടെ നേതാക്കന്മാർക്ക് സംഭവിച്ചിട്ടുള്ള പലപ്പോഴും ഇത്തരമുള്ള ആക്രമണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാവും. എന്തായാലും അത്തരക്കാരായ എല്ലാ ആളുകൾക്കും ഒരു താക്കീതും ഒരു മുന്നറിയിപ്പും കൂടി തന്നെയാണ് ഹണി റോസ് ബോബി ചെമ്മണ്ണൂറിനെതിരെ നടത്തിയ നിയമ പോരാട്ടം. ആദ്യ പോസ്റ്റ് ഇട്ടതോടെ തന്നെ ബോച്ചെ ഫാൻസ് ആകെയൊന്ന് ഇളകി. പിന്നെ ഹണി റോസിനെതിരെ രംഗത്ത് വരികയായിരുന്നു ഈ കടന്നൽ കൂട്ടം. കമന്റിലെ അധിക്ഷേപത്തിനെതിരെ ഹണി റോസ് പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. പോലീസ് 30ഓളം പേർക്കെതിരെ കേസെടുക്കുകയും അതിലൊരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതോടെ ഇത്തരക്കാർ ഒന്ന് ഒതുങ്ങുകയും ചെയ്തു. മാത്രമല്ല, താരസംഘടനയായ അമ്മയും പരസ്യ പിന്തുണ നൽകി. ഹണിയുടെ പരാതി കൊണ്ടുള്ള റിസൾട്ട് ഏതായാലും നടിയുടെ സോഷ്യൽ മീഡിയ പേജുകളിലും ഇപ്പോൾ വ്യക്തമായി കാണാം. നല്ല വൃത്തിയുള്ള കമന്റ് ബോക്സ് തന്നെയാണ് അതിനുദാഹരണം. നിരന്തരം കമന്റ് ബോക്സിൽ ബോഡി ഷേമിംഗ് കമന്റുകൾ ഇടുന്നവരൊക്കെ ഞൊടിയിടയിൽ അപ്രത്യക്ഷരായി. ഹണി റോസിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലീസിന്റെ മോണിറ്ററിംഗിലാണ് എന്നതും സൈബർ ബുള്ളിംഗ് ചെയ്യുന്നവരിൽ ഭീതി പടർത്തിയിട്ടുണ്ട്. മാത്രമല്ല, പലരും ഇപ്പോൾ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ കരുതലാംഗന്മാരായി മാറി. എന്തായാലും ഹണിയുടെ ആ തുറന്ന കത്തിന്റെ റിസൾട്ട് ആ കമന്റ് ബോക്സിൽ ഇപ്പോൾ വ്യക്തമാണ്. ബോബി ചെമ്മണ്ണൂറിന് പോലും പിടി വീഴുന്നുവെന്ന അവസ്ഥയിൽ പലരും കമന്റിൽ മിതത്വം പാലിച്ചു തുടങ്ങിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ അശ്ലീല പരാമർശങ്ങൾ നടത്തുന്നവരോട് താൻ യുദ്ധം പ്രഖ്യാപിക്കുകയാണെന്നായിരുന്നു മുൻപ് പങ്കുവച്ച പോസ്റ്റിൽ ഹണി വ്യക്തമാക്കിയത്. അതിന്റെ പ്രതിഫലനം കൂടിയാണ് ബോബി ചെമ്മണ്ണൂറിനെതിരായ നടപടി. അതേസമയം ബോബി ചെമ്മണ്ണൂറിനെ പോലീസ് പിടികൂടിയത് വയനാട്ടിലെ ഫാം ഹൗസിന് മുന്നിലെ തേയിലത്തോട്ടത്തിൽ വെച്ചായിരുന്നു. ബോബി ഒളിവിൽ പോകാതിരിക്കാനായി എറണാകുളം സെൻട്രൽ പോലീസ് പുലർച്ചെ 4 മണി മുതൽ കാത്തു നിൽക്കുകയായിരുന്നു ഇവിടെ. ഫാം ഹൗസിന് പുറത്തേക്ക് പോകാൻ ബോബി ചെമ്മണ്ണൂർ കാറിൽ വരുമ്പോൾ പോലീസ് വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. തേയിലത്തോട്ടത്തിന് നടുവിലൂടെയുള്ള റോഡിൽ വെച്ചായിരുന്നു പോലീസ് സംഘം ബോബിയെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിയുടെ വാഹനത്തിന് കുറുകെ വാഹനമിട്ട് വാഹനത്തിൽ നിന്ന് വിളിച്ചിറക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കേസിൽ മുൻകൂർ ജാമ്യം തേടാനുള്ള ശ്രമത്തിനിടയിലാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. കോയമ്പത്തൂരിൽ ജ്വല്ലറിയുടെ ഉദ്ഘാടനം ബോബിയും നടി ഹാൻസികയും ചേർന്ന് നിർവഹിക്കാനിരിക്കെയാണ് ഇത്തരമൊരു പിടി വീണത്. ബോബി കസ്റ്റഡിയിലായിട്ടും കോയമ്പത്തൂരിൽ ജ്വല്ലറി ഉദ്ഘാടനം ഭംഗിയായി നടന്നു. സ്വന്തം വാഹനത്തിൽ വരാമെന്ന് പറഞ്ഞെങ്കിൽ പോലും പോലീസ് അതിന് സമ്മതിച്ചില്ല. കൊച്ചി പോലീസിന്റെ വാഹനത്തിൽ തന്നെയാണ് പ്രതിയെ കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത്. 8 മണിക്ക് മുമ്പേ എത്തിച്ചേരുമെന്നാണ് വിവരം. സമൂഹ മാധ്യമത്തിലൂടെ തനിക്കെതിരെ അധിക്ഷേപം തുടരുമ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടും ബോബി ചെമ്മണ്ണൂർ നിലപാടിൽ മാറ്റം വരുത്തിയില്ലെന്ന് വന്നതോടെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഹണി റോസ് കൂടിക്കാഴ്ച നടത്തിയത്. ഇതിനൊപ്പം മുഖ്യമന്ത്രിയും DGPയുമായി സംസാരിക്കാനും സമയം തേടി. ഉന്നത പോലീസ് സംഘം ഹണി റോസിന് ആവശ്യമായ ഉറപ്പുകൾ നൽകി. മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ കഴിഞ്ഞു. ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയെന്നതിനാൽ ബോബി ചെമ്മണ്ണൂർ മുൻകൂർ ജാമ്യം തേടാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമായിരുന്നു. ഈ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ ഒളിവിൽ പോകാനും നീക്കം നടത്തിയിരുന്നു. സുപ്രീം കോടതി വരെ കേസ് എത്തിക്കാനായിരുന്നു പദ്ധതി. ഇതെല്ലാം തന്നെ കൊച്ചി പോലീസ് പൊളിച്ചു. ഹണി റോസിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത സൈബർ അധിക്ഷേപ കേസിൽ ഫേസ്ബുക്കിൽ നിന്നും കൊച്ചി പോലീസ് വിവരങ്ങൾ തേടി. ഈ പരാതിയിൽ മൊഴി നൽകിയ ഹണി റോസ് ഇൻസ്റ്റഗ്രാമിലടക്കം തനിക്കെതിരെ വന്ന അധിക്ഷേപ കമന്റുകളുടെ സ്ക്രീൻഷോട്ട് സഹിതം പോലീസിന് കൈമാറി. അശ്ലീല കമന്റിട്ട 20 പേരെ തിരിച്ചറിഞ്ഞെന്നും നടപടി തുടരുമെന്നുമാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിക്കുന്നത്. എന്തായാലും നിയമവഴിയെ നീങ്ങിയാൽ ഇത്തരം കടന്നൽ സംഘങ്ങൾ ഒതുങ്ങിക്കോളും എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് ഹണി റോസിന്റെ നിയമ പോരാട്ടത്തിൽ നിന്നും തെളിയുന്നത്. എല്ലാ സ്ത്രീകൾക്കും വേണ്ടി താൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നായിരുന്നു ഹണി റോസ് കുറിച്ചത്. അവർക്ക് ധൈര്യം പകരുന്നത് കൂടിയാണ് നടിയുടെ ഈ നീക്കം.